2-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന പുരാതന ആസ്ട്രോണമറായ ക്ലോഡിയസ് ടോളമിയുടെ നിരീക്ഷണം പ്രകാരം ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ എന്നും പ്രപഞ്ചത്തിലുള്ള മറ്റു വസ്തുക്കളെല്ലാം തന്നെ ഭൂമിയുടെ ചുറ്റും കിടന്ന് കറങ്ങുകയുമാണ് എന്നതായിരുന്നു. നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു വന്നിരുന്ന ഈ ഒരു ആശയത്തെ തങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതുമായി സാമ്യമുള്ളതിനാലും അന്നത്തെ റോമൻ കാത്തോലിക് അടക്കമുള്ള മതപ്രസ്ഥാനങ്ങളും ശക്തമായി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ പോളിഷ് പണ്ഡിതനായ നിക്കോളാസ് കോപ്പർനിക്കസ് ഭൂമി സൂര്യന് ചുറ്റുമാണോ കറങ്ങുന്നത് എന്ന പുതിയൊരു സംശയം തൻ്റെ ബുക്കിലൂടെ അവതരിപ്പിക്കുകയും തെളിവുകളുടെ അഭാവത്തിൽ അത് അപ്പാടെ തള്ളപ്പെടുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ഗലീലിയോ ഗലേലി താൻ ഇംപ്രൂവ് ചെയ്തെടുത്ത ടെലിസ്കോപ്പ് ആകാശത്തേക്ക് പോയിന്റ് ചെയ്തപ്പോൾ നിരീക്ഷിച്ചത് അന്നുവരെ ലോകം വിശ്വസിച്ചതിന് വിപരീതമായിരുന്നു. ജൂപ്പിറ്റർ എന്ന ഭീമാകാരനായ ഗ്രഹത്തിന് ചുറ്റും 4 ചെറിയ ലൈറ്റുകൾ ചുറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ജൂപ്പിറ്ററിൻ്റെ മൂൺസ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മാത്രമല്ല വീനസും ചന്ദ്രനെ പോലെ തന്നെ ഫേസുകൾ ചേഞ്ച് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം വീനസും സൂര്യന് ചുറ്റും കറങ്ങുന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇവയെല്ലാം പോയിന്റ് ചെയ്യുന്നത് പരമ്പരാഗതമായി വിശ്വസിച്ചു വന്ന ജിയോസെൻട്രിക് മോഡലിന് ഓപ്പോസിറ്റായ കോപ്പർനിക്കസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹീലിയോസെൻട്രിക് മോഡലിനെ ആയിരുന്നു. എന്നാൽ ഗലീലിയോയുടെ കണ്ടെത്തലുകൾ തങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതിന് വിരുദ്ധമായതിനാലും പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനിൽ നിന്നും നിരന്തരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഈ വിഷയം തങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്ന് മനസ്സിലാക്കിയ കാത്തലിക് ചർച്ച് 1616 ഹീലിയോസെൻട്രിക് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ ഗലീലിയോയ്ക്ക് ആദ്യ വാണിംഗ് കൊടുക്കുന്നു. വർഷങ്ങളോളം മൗനം പാലിച്ച ഗലീലിയോയ്ക്ക് 1632 തൻ്റെ സുഹൃത്തായ വ്യക്തി പോപ്പായപ്പോൾ ഒറ്റ കണ്ടീഷൻ്റെ പുറത്ത് തൻ്റെ കണ്ടെത്തലുകൾ ബുക്കായി പ്രസിദ്ധീകരിക്കാൻ അവസരം ലഭിക്കുന്നു. 2 തിയറികളുടെയും സൈഡ് ചേരാതെ അവതരിപ്പിക്കണം. എന്നാൽ വായനക്കാരിൽ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനുഷ്യൻ ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിലെത്താനും സാധിക്കണം. അങ്ങനെ ഗലീലിയോ ഡയലോഗ്സ് കൺസേണിംഗ് ദ 2 ചീഫ് വേൾഡ് സിസ്റ്റംസ് എന്ന ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ന്യൂട്രലായ ബുക്ക് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന്. സെൻസർഷിപ്പ് ബാക്കിങ്ങോടുകൂടിയാണ് ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടതെങ്കിലും ജനങ്ങൾ ഈ ബുക്കിലൂടെ ഹീലിയോസെൻട്രിക് സിസ്റ്റത്തെ ഫേവർ ചെയ്താണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയ കാത്തലിക് ചർച്ച് ഗലീലിയോക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ഹൗസ് അറസ്റ്റിന് വിധിക്കുകയും പബ്ലിക്കായി കോപ്പർനിക്കൻ തിയറി ത്യജിക്കാനും പറയപ്പെടുന്നു. അങ്ങനെ 1633 മുതൽ 1642 തൻ്റെ 77-ാം വയസ്സിൽ മരിക്കുന്നതുവരെ ഗലീലിയോ ഹൗസ് അറസ്റ്റിലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1992 പോപ്പ് ജോൺ പോൾ 2 ഗലീലിയോയുടെ കേസ് ഹാൻഡിൽ ചെയ്തിരുന്നതിൽ ചർച്ചിന് തെറ്റുപറ്റിയിരുന്നു എന്ന് ഒഫീഷ്യലായി സമ്മതിക്കുകയും ചെയ്തിരുന്നു.